നിമിഷപ്രിയ വീണ്ടും വാർത്തകളിലേക്ക് കടന്നു വരുന്നു. അതൊന്ന് സബ്സൈഡ് ചെയ്ത് ഒന്ന് അമർന്നിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും വാർത്തയാവുന്നു. അപ്പോൾ ഇത് നേരത്തെ ഞാൻ നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയ ചെയ്തതെന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന് ഒരുപാട് സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ നിമിഷപ്രിയയുടെ വൈരാഗ്യമുള്ള ഒരുപാട് പേര് ഉണ്ട്. അതിന് കുറ്റമല്ല, കാരണം അവരെ ഞാൻ കുറ്റം പറയത്തില്ല. കാരണം ഒരു വലിയൊരു കുറ്റവാളിയോട് ആളുകൾക്ക് തോന്നുന്ന വികാരമാണത്. ആ കുറ്റം കുറ്റം ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയ ചെയ്തത് ഇങ്ങനെയാണ്, അങ്ങ് വെറുതെ കൊന്നുപോയതല്ല, അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പം നമുക്കത് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത കാര്യം, അതുകൊണ്ട് അത് പറയാൻ പറ്റിയല്ല. കാര്യം ഈ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ മയക്കണം, അതിനു വേണ്ടി ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, അതാ ചെയ്തേ. അല്ല പോയിസണൊന്നും അല്ല കുത്തി വെച്ചേക്കുന്നത്, അത് തെറ്റാണ്. മയക്കാനുള്ള മരുന്ന് കൊടുത്തു. മയക്കാനുള്ള ഒരു മരുന്നെന്ന് പറയുന്നത് അത് ഹെവി ഡോസ് എന്ന് വെച്ചാൽ സാധാരണ ഒരാൾക്ക് മയങ്ങാനുള്ള മരുന്ന് കൊടുത്തു. അപ്പോൾ ഇയാൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് നേരെ മരണത്തിലേക്ക് ഇങ്ങ് പോയി. അത് കാർഡിയാക് അറസ്റ്റിലേക്ക് മാറി അങ്ങ് മരണം സംഭവിക്കുകയാണ്. അത് ആ സ്ത്രീയുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു. കാരണം ഇത് കൊല്ലണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല, ഇല്ലെന്നുള്ളതേ ഉള്ളൂ അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, പാസ്പോർട്ട് ഇയാൾ കൊണ്ടു കിടക്കാമെന്നു, എടുക്കാൻ നോക്കത്തെ. പാസ്പോർട്ട് ഇയാളുടെ കയ്യിൽ എവിടാ ഉള്ളതെന്ന് നിമിഷപ്രിയയ്ക്ക് അറിയാമായിരുന്നു. അത് തന്നെയാണല്ലോ, കാരണം ഇവർ തമ്മിൽ ഏതാണ്ട് ഒരുപോലെ ഒന്നിച്ച് ജീവിച്ചതായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനിടെ വേറെ ചിലർ പറയുന്നുണ്ട് ഇത് ഈ സ്ഥാപനം പിടിച്ചു പറിക്കാനായിട്ട് ഇവനെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയതിനകത്ത്, അതായത് നിമിഷപ്രിയ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ക്ലിനിക്കിൽ അയാൾക്ക് നഷ്ടം വന്നെന്നും പറഞ്ഞ് അയാൾ ബഹളം ഉണ്ടാക്കി. അങ്ങനെ തലാൽ അയാളെയും കൂടെ ഉൾപ്പെടുത്തി ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാം, അയാൾക്ക് 1/3 കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 3/1 എന്നുള്ള ഒരു ധാരണയിൽ പോയി. പക്ഷേ ഇത് അറബിയിലായത് എഴുതി വെച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മനസ്സിലായില്ല. 33% മറ്റേ നേരത്തെ അയാൾക്കും ഈ തലാലിന് ബാക്കി 67% എന്നുള്ള നിലയ്ക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡാണ് ഉണ്ടാക്കിയത്, ചമച്ചത്. അത് നിമിഷപ്രിയയെ കബളിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ഇവർ തമ്മിൽ തർക്കം ഉണ്ടായെന്നും പറഞ്ഞു. എന്തായാലും ഇവർ തമ്മിൽ നല്ല ഒരു ബന്ധം അല്ലായിരുന്നു, കുറച്ച് നാൾ തർക്കം ഉണ്ടായിരുന്നു, അത് ശരിയാണ്. തർക്കം ഉണ്ടായാലും ഇവർ ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്തെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം ഇത് അയാൾ മാരേജ് ഇവരുടെ ഫോട്ടോ വന്ന് ആൽബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ഫോട്ടോഷോപ്പ് നടത്തി അതിനകത്ത് അയാളെ തലയൊട്ടിച്ചാന്നൊക്കെ പറയുന്നു. അതൊക്കെ അതൊന്നും എനിക്ക് അത്ര വലിയ ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. എനിക്കറിയില്ല, എന്തായാലും ഇതെന്തോന്നോ ആയിക്കോട്ടെ. ഇനി നിമിഷപ്രിയ ഒരാളെ അയാളുടെ തലാലിനെ കൊലപ്പെടുത്തിയെന്നാകട്ടെ, കൊലപാതകമാണെന്നിരിക്കട്ടെ, കൊലപാതകത്തിനായാലും ശരി, എത്ര കാഠിന്യമുള്ള കൊലപാതകം നടത്തിയാൽ പോലും ഈ ഇസ്ലാമിക് ലോയൊക്കെ അനുസരിച്ച് അവർ ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അത് വസ്തുവകകളായിട്ടാണ് യഥാർത്ഥ നിയമത്തിൽ പറഞ്ഞേക്കുന്നത്. അതായത് ഇത്ര ആടുകളെ കൊടുക്കാം, അല്ലെ ഇത്ര ഒട്ടകത്തിനെ കൊടുക്കാം എന്നൊക്കെ ഉള്ളതാണ്. അത് മാറ്റി ഇപ്പം വന്ന് അങ്ങ് ധനമായിട്ടുണ്ട്, ധനം എന്നായി, ബ്ലഡ് മണി. യഥാർത്ഥത്തിൽ ആ ധനം ആയിട്ട് കൊടുത്താൽ അവർ ഈ അവകാശികൾ, അതായത് മരണപ്പെട്ട ആളിൻ്റെ പിന്തുടർച്ച അവകാശികൾ വേണം ഇത് മാപ്പ് കൊടുക്കാൻ. അങ്ങനെ മാപ്പ് കൊടുത്തിട്ട് അത് കോടതി പോകണം. മാപ്പ് കൊടുത്തു, ഞങ്ങളിങ്ങനെ തയ്യാറാണ്. അങ്ങനെ കോടതിയുടെ മുമ്പിൽ വെച്ചാണ് ഈ മാപ്പ് എഴുതി വെക്കുന്നത്. അങ്ങനെ എഴുതി വെച്ച് റെഡിയായി കഴിഞ്ഞാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. ചിലപ്പം പൂർണ്ണമായിട്ടുള്ള മാപ്പാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, മോചനം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മുഴുവൻ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ഒരു സ്ത്രീയാണ് ആ സഹോദരിക്ക് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പറ്റിപ്പോയി, മണ്ടത്തരത്തിൽ പറ്റിപ്പോയി. നമ്മളങ്ങ് ചിന്തിച്ചോളൂ. കാരണം അത്യാഗ്രഹിയായിരുന്നു, അത് വലിയ ബിസിനസ് തുടങ്ങിയെന്ന്. ആരാ പിന്നെ ഈ വെളിയിൽ പോയി കിടന്ന് ജോലി ചെയ്യുമ്പോൾ ഈ അത്യാഗ്രഹമില്ലാത്ത ആരാ ഉള്ളത്? ഇവിടെ ഉള്ളതുപോലെ മതിയോ? അപ്പം അതിന് മനുഷ്യരാണോ? അവരിങ്ങനെ വെളിയിലൊക്കെ പോയി ഒരു ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു തോന്നൽ വരും. അപ്പോൾ അവിടെ ഒരു ഡോക്ടറെയും ഒക്കെ വെച്ച് ഒരു ക്ലിനിക്ക് പുതിയതായിട്ട് ആരംഭിച്ചതാണ്. അതിന് ഇവിടുന്ന് കുറേ പണം കൊണ്ടുപോയതായിട്ടൊക്കെ പറയപ്പെടുന്നു. ശരിയായിരിക്കാം. അപ്പോൾ ഇനി അത് അവസാനം അത് കയ്യിൽ നിന്ന് മുഴുവൻ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. മാത്രമല്ല വളരെ വളരെ ബുദ്ധിമുട്ടുകൾ ഈ സ്ത്രീക്ക് സഹിക്കേണ്ടതായിട്ട് വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അത് നമുക്കറിയില്ല എന്താണെന്ന്. ഏതായാലും അയാളുടെ തലാലിൻ്റെ വീട്ടിൽ ഈ സ്ത്രീയെ അറിയാവുന്നത് തലാലിൻ്റെ ഭാര്യ എന്നുള്ളതാണ്. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് തലാലിൻ്റെ വീട്ടുകാർ ഈ സ്ത്രീയെ നിമിഷപ്രിയയെ കരുതിയേക്കുന്നത്
തലാലിൻ്റെ ഭാര്യ എന്നുള്ളതാണ്. ഇനി അപ്പോൾ ഇന്നലെ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു പ്രസ്താവന വന്നു, നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുത്തു എന്നൊക്കെ. മാപ്പ് കൊടുത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനം എന്തെങ്കിലും ആയെങ്കിൽ ഇന്ത്യൻ എംബസിയൊക്കെ, അതായത് നമ്മുടെ വിദേശകാര്യ വകുപ്പൊക്കെ അറിയേണ്ടതാണ്. അവിടെ എംബസി ഇല്ല, എന്നാലും അവിടെ മറ്റ് സ്ഥലത്ത് ദൂരെ മാറിയുള്ള സ്ഥലത്തൊക്കെ എംബസി ഉണ്ട്. അപ്പോൾ അറിയേണ്ടതാണ്. അപ്പോൾ അതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിന് പറഞ്ഞത് ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നതിൻ്റെ ഒരു ലീഗൽ അഡ്വൈസറായിട്ടിരിക്കുന്ന സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ലോയർ, അഡ്വക്കേറ്റാണ്, സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ, പറയുന്നത് അത് ഞങ്ങളും ആക്ഷൻ കൗൺസിലിൻ്റെ ആളുകളും ഇതുപോലെ കാന്തപുരം ഉസ്താദിൻ്റെ ആളുകളും എല്ലാം ചേർന്ന് അവിടെ ചർച്ച ഇതേപോലെ അവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊരു തീരുമാനമായി, അതായത് മാപ്പ് കൊടുക്കാൻ തത്വത്തിൽ ധാരണയായി, അതേ പറഞ്ഞുള്ളൂ. അപ്പോൾ കാന്തപുരം ഉസ്താദ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ട്വീറ്റിനകത്ത് പറഞ്ഞത് അത് നടന്നു എന്നുള്ളതാണ്, കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് അത് ആ വാർത്ത പക്ഷേ ആ എക്സിൽ നിന്ന് പിൻവലിച്ചു, കാന്തപുരത്തിൻ്റെ ഈ വാർത്ത. അതിനിപ്പോൾ നമ്മുടെ കാന്തപുരം ഉസ്താദിൻ്റെ ആളുകൾ പറയുന്നത് ഇത് ANI ആ റിപ്പോർട്ട് ഒഴിവാക്കിയതാണ്. കാരണം ഇതിൻ്റെ ആധികാരികത ഇല്ലാത്തതുകൊണ്ട് അവർ ആ ന്യൂസ് ഒഴിവാക്കി. അങ്ങനെയാണ് എക്സിൽ നിന്നത് വിഡ്രോ ചെയ്ത് പോയത്, അല്ലാതെ ഇവർ ചെയ്തതല്ല എന്ന് പറയുന്നു. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അബ്ദുൽ റഹീമിൻ്റെ മോചനം 36 കോടി രൂപയാണ് പിരിച്ചു കൊടുത്തത് കേട്ടോ. ഈ 36 കോടി രൂപ കൊടുത്തിട്ട് അവസാനം അയാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഇനിയും കിടന്നേ പറ്റുള്ളൂ. അത് അങ്ങനെയാണ് അവിടെ. ഈ പണം കൊടുക്കുന്നതൊക്കെ അങ്ങ് വാങ്ങും ഇത്. ഇനി ഇപ്പോൾ ഇതിനകത്ത് എന്താണെന്നറിയോ, ഇതിനകത്ത് ഈ തലാലിൻ്റെ സഹോദരൻ നല്ല കട്ട നിൽക്കുക. എന്താണെന്ന് അത് മോചനമൊന്നും കൊടുക്കാൻ ഒക്കത്തില്ല, മാപ്പ് കൊടുക്കാനും ഒക്കത്തില്ല, അങ്ങനെ മാപ്പൊന്നുമില്ല എന്നാണ് ഈ വധശിക്ഷ നടപ്പാക്കുന്നതെന്ന് അറിയിക്കണം, വധശിക്ഷ എന്ന് നടപ്പാക്കും, എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇപ്പോൾ ലെറ്റർ കൊടുക്കുകയും അപേക്ഷ കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഇതിന് വളരെ എതിരാണ്. അപ്പോൾ തലാലിൻ്റെ കുടുംബത്തിലെ മറ്റാരുകളും ആരും ഇത് പറയുന്നതായിട്ട് പുറത്തോട്ട് വന്നിട്ടില്ല. അപ്പോൾ തലാലിന് ഫാദറും മദറും ഉണ്ട്, ഉമ്മായും വാപ്പായും ഉണ്ട്. അയാൾക്ക് മക്കളുണ്ട്. തലാലിൻ്റെ പിന്തുടർച്ചാവകാശികളെന്ന് പറയുന്നത് ഇവരൊക്കെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. അപ്പോൾ തലാലിൻ്റെ സഹോദരൻ ഇവരൊക്കെ ഉണ്ടെങ്കിൽ തലാലിൻ്റെ സഹോദരൻ പിന്തുടർച്ചാവകാശിയാകില്ല. അപ്പോൾ തലാലിൻ്റെ സഹോദരൻ ഇത് സമ്മതിക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനൊരു കാര്യമുണ്ട്. ഈ പിന്തുടർച്ചാവകാശികൾ സമ്മതിച്ചു കഴിഞ്ഞാൽ മോചനമാണ്. എന്നിട്ട് മാപ്പ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ധാരണയായി, ഉറപ്പായി എന്നാണ് കാന്തപുരം ഉസ്താദിൻ്റെ ആളുകൾ പറയുന്നത്. ഉറപ്പായി. എന്നാൽ ഇനി ധനത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരും, മോചനദ്രവ്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ സംസാരം നടക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ സംസാരമൊക്കെ നടന്ന് ആ തുകയൊക്കെ കളക്ട് ചെയ്തൊക്കെ കൊടുത്ത് ഒക്കെ വേണം ഇത് ചെയ്യാൻ. എന്നിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു നിന്ന് ഷിയാദ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കക്ഷിയായിട്ട് വന്നിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഞാൻ ഒന്ന് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഷിയാദ് പറയുന്നത്, സാറേ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അവിടെ എന്ന് അയാൾ ഉറപ്പ് പറയുകയാണ്. ഇതെനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഇപ്പോൾ വന്ന് പുറത്തോട്ട് വരുന്ന വാർത്തകളെന്ന് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ അവിടെ നിമിഷപ്രിയയുടെ ഒരു അഭിഭാഷകനെന്ന് അവകാശപ്പെടുന്ന ഒരു സാമുവൽ ജെറോമുണ്ട്. ആ സാമുവൽ ജെറോം പറയുന്നത് ഇങ്ങനൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, ഇങ്ങനൊരു കാര്യവും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതെന്താണെന്നറിയാം, ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇവർ ഇതേപോലുള്ള കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ മലയാളികൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുണ്ട്, എഴുതി കുത്തി അങ്ങോട്ട് വിടും കേട്ടോ. ഇത് ഇങ്ങനെയാണോ അങ്ങനെയില്ല, എപ്പോൾ കൊല്ലണം എന്നുള്ളതിനെക്കുറിച്ച് പറയും. ഇപ്പോഴും ആ മോചന ചർച്ചകൾ നടക്കുന്നതായിട്ടാണ് ഇത് ഇങ്ങനെ പറയപ്പെടുന്നത്, ന്യൂസിലൊക്കെ കാണിക്കുന്നത്. മാതൃഭൂമി അല്ല ഏഷ്യാനെറ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടത് ഇതുവരെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അത് ഉറപ്പായിട്ടില്ല. അങ്ങനെ പറയുന്നത് ഈ സാമുവൽ ജെറോം പറയുന്നത് ഇങ്ങനൊരു സംഭവമില്ല എന്നൊക്കെ പറയുന്നതായിട്ട് പറയുന്നു. അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമുക്കൊന്നും പറയാൻ അറിഞ്ഞുകൂടാ. ഇനി ഏതെങ്കിലും വിധത്തിൽ ശരിയായി ഈ സ്ത്രീ രക്ഷപ്പെടുമെങ്കിൽ അങ്ങ് രക്ഷപ്പെട്ടോട്ടെ.
അവൾ അനുഭവിക്കാവുന്നതിൽ കൂടുതൽ അനുഭവിച്ചല്ലേ സുഹൃത്തുക്കളെ. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇതിനെതിരെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഗോവിന്ദചാമി ഇറങ്ങിയിട്ട് ആരെങ്കിലും തല്ലി കൊന്നോ ഗോവിന്ദചാമിയെ? ഇല്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു 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 കാര്യം ഇതുപോലെ പറയുക. അപ്പോൾ ഇത് കാന്തപുരം പറയുന്ന ഇന്നലത്തെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. നിലപാട് എന്തോന്നോ ആവട്ടെ, പക്ഷേ ആ നിലപാട് കൊണ്ട് കാര്യമല്ലോ ഉണ്ടോ? ഈ സ്ത്രീക്ക് മോചനം കിട്ടണം, അതല്ലേ വേണ്ടത്. കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ഇനി ഞാൻ പറഞ്ഞില്ലേ, അവർ അത്യാഗ്രഹിയായിരുന്നു, അതുകൊണ്ടാണ് ചെയ്തതെന്നൊക്കെ ഓരോരുത്തരങ്ങ് പറയുകയാണ്. ഒരു ബിസിനസ് നടത്തുന്ന അത്യാഗ്രഹമൊന്നും അല്ല വെളിയിൽ, അത് ആർക്കും നടത്താം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും അത്യാഗ്രഹികളാണല്ലേ. നമ്മുടെ യൂസുഫ് അലി അത്യാഗ്രഹിയാവത്തില്ല ഈ കാര്യത്തിൽ. എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ടല്ലോ. ഗൾഫാർ മുഹമ്മദ് അലി എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിന് ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുണ്ട്. അത്യാഗ്രഹി നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും അല്ലല്ലോ. അപ്പം അതുപോലെ ഒരാൾക്ക് ഒരു ബിസിനസ് വേണമെന്ന് തോന്നി, അതിനറിയാവുന്ന ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തു. അതാണ് ഒരു ഒരു ക്ലിനിക്ക് അങ്ങ് സ്വന്തമായിട്ട് തുടങ്ങാനായിട്ട് തോന്നിയത്. അതിന് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇയാളോടൊപ്പം താമസിച്ചു, ഇയാളെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ചിലർ പറയും, പിന്നെ 110 കഷണങ്ങളാകില്ലേ മരിച്ചു കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മരിച്ച ഇത് എന്തെങ്കിലും ചെയ്യണ്ടേ? എടുത്ത് വെച്ച് തിന്നാൻ പറ്റുമോ? അവിടെ കുഴിച്ചിടാനൊന്നും ഒക്കത്തില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇത് വെട്ടി നുറുക്കി എടുത്തിട്ട് കാണിച്ച ഏറ്റവും വലിയ വൃത്തികേടെന്ന് പറയുന്നത് ആ വാട്ടർ ടാങ്കിനകത്ത് കൊണ്ടിട്ട് ആളുകളെ കൊണ്ട് ഈ വെള്ളം കുടിപ്പിച്ചെന്നുള്ളതാണ്. അതൊക്കെ വലിയ തെറ്റാണ്. ഞാൻ ഈ നിമിഷപ്രിയ കുറ്റം ചെയ്തതെന്ന് ഞാൻ പറയത്തില്ല, വളരെ വളരെ വലിയ കുറ്റം തന്നെ ചെയ്തതാണ്. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എറർ ഈസ് ഹ്യൂമൻ. മനുഷ്യന് പറഞ്ഞിട്ടുള്ളതാണ് തെറ്റ്, മനുഷ്യന് എപ്പോഴും തെറ്റ് പറ്റാം. ബട്ട് ഫോർഗീവ് ഈസ് ഡിവൈൻ എന്ന് പറയുന്നത്, അത് നമ്മൾ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഫങ്ഷനാണ്. അത് ഒരു ദൈവത്തിൻ്റെ ഒരു രീതിയാണ്, നമ്മൾ നോക്കണം. കാരണം ഞാൻ പറഞ്ഞത് ഈ സ്ത്രീക്ക് ശിക്ഷ കൊടുക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഒന്ന് മാറ്റണം. അതിനും ഒരു മകളുമൊക്കെ ഉള്ളതല്ലേ, അത് ഭർത്താവുണ്ട്, മകളുണ്ട്. ഈ ധാരണയൊന്നും അതിനില്ലായിരുന്നതെന്നുള്ളത് വേറെ കാര്യം പറയപ്പെടുന്നത്. അത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല, ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് ഈ വധശിക്ഷ റദ്ദായി കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ, അതിനെ ആരും ശല്യം ചെയ്യരുത്, അതില്ലാതാക്കരുത്.